തങ്ങളോട് വിധേയത്വം കാണിക്കുന്നവരെ മാത്രം കൂടെ നിർത്തുന്ന പ്രകൃതമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റേത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ട്രംപിന്റെ അടുത്ത നീക്കം ചൈനയുമായി വ്യാപാര കരാർ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയുമായും വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നു. അതിനുശേഷം ട്രംപിന്റെ നീക്കം കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും അവസാനിപ്പിക്കുക എന്നതാണ്. പെട്ടെന്നുള്ള ഈ തീരുമാനത്തിന് കാരണം രാജ്യത്തിന്റെ ഡിജിറ്റൽ സേവന നികുതിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിനെതിരായ പ്രത്യക്ഷവും പ്രകടവുമായ ആക്രമണം എന്നാണ് നികുതിയെ ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. കാനഡ വ്യാപാരം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള രാജ്യമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. US പാലുൽപ്പന്നങ്ങളുടെ താരിഫുകളെ ചൊല്ലി ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം. സമാനമായ ഡിജിറ്റൽ ലെവികൾ നടപ്പിലാക്കിയ യൂറോപ്യൻ യൂണിയനെ കാനഡ പകർത്തുകയാണെന്ന് ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഈ അതിരു കടന്ന നികുതിയുടെ അടിസ്ഥാനത്തിൽ കാനഡയുമായുള്ള വ്യാപാരത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും ഞങ്ങൾ ഇതിനാൽ അവസാനിപ്പിക്കുന്നു. ഇത് ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. മാത്രമല്ല, അമേരിക്കയുമായി വ്യാപാരം തുടരുന്നതിന് നേരിടേണ്ടി വരുന്ന പുതിയ താരിഫുകൾ സംബന്ധിച്ച് അടുത്ത 7 ദിവസത്തിനുള്ളിൽ കാനഡയെ അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. കാനഡയുടെ മൊത്തത്തിലുള്ള വ്യാപാര രീതികളെയാണ് ട്രംപ് കൂടുതൽ വിമർശിക്കുന്നത്. US പാലുൽപ്പന്നങ്ങൾക്ക് കാനഡ 400% വരെ താരിഫ് ചുമത്തിയേക്കാമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഈ വർഷം ആദ്യം ട്രംപ് ഭരണകൂടം നിരവധി താരിഫുകൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം ഉടലെടുത്തിരുന്നു. ഇതിനിടയിലാണ് വ്യാപാര ചർച്ചകൾ ആരംഭിച്ചത്. കാനഡയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയ അധിക നികുതിക്കെതിരെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രതികാര തീരുവ ചുമത്തിക്കൊണ്ടായിരുന്നു കാനഡ പ്രതികരിച്ചത്. ഇരുപക്ഷവും തങ്ങളുടെ വ്യാപാര ചട്ടക്കൂട് വീണ്ടും ചർച്ച ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ ഇതിനെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണെന്ന് പറയാതെ വയ്യ. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ചർച്ച ചെയ്ത US മെക്സിക്കോ കാനഡ കരാർ 2026 അവലോകനത്തിനും സാധ്യമായ പുനരാലോചനയ്ക്കും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും 2025 ജൂലൈ 21 പുതുക്കിയ കരാറിലെത്താൻ ട്രംപും കാർണിയും പദ്ധതിയിട്ടിരുന്നു. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. തന്റെ സർക്കാർ ചർച്ചയിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും കനേഡിയന്മാരുടെ ഏറ്റവും മികച്ച താല്പര്യത്തിനായി തങ്ങൾ ഈ സങ്കീർണമായ ചർച്ചകൾ നടത്തുന്നത് തുടരുമെന്നുമാണ് കാർണി പറഞ്ഞത്. കനേഡിയൻ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഡിജിറ്റൽ സേവനങ്ങളിൽ നിന്ന് വലിയ കമ്പനികൾ നേടുന്ന വരുമാനത്തിൽ 3% ലെവി ചുമത്തുന്നതാണ് 2024 ജൂണിൽ പ്രാബല്യത്തിൽ വന്ന ഡിജിറ്റൽ സേവന നികുതി. ഓൺലൈൻ പരസ്യം ചെയ്യൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസുകൾ, ഉപഭോക്തൃ ഡാറ്റ ഉൾപ്പെടുന്ന വിൽപ്പന എന്നിവയ്ക്കും ഈ നടപടി ബാധകമാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിൽ കാനഡയ്ക്കെതിരെ തുടർ നടപടികളുമായി ട്രംപ് നീങ്ങുമെന്ന കാര്യം തീർച്ചയാണ്.